ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും ഒരു Q&A ആയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു Q&A ആയാലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാനൊരു 5 ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ എന്നോട് ആകെ ഒരു ക്വസ്റ്റ്യനാണ് ഒരാൾ ചോദിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഒരാളെങ്കിലും ചോദിച്ചല്ലോ, പിന്നെ എന്തിനാലും ഉത്തരം പറയണമല്ലോ അതിന്. അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതല്ലാണ്ട് തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി ടാബിൽ വന്ന ഫസ്റ്റ് അല്ല, ഒരേ ഒരു ക്വസ്റ്റ്യനേ വന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈസ് യുവർ ഹസ്ബൻഡ് വർക്കിംഗ് ഇൻ IT ഓർ വാട്ട് MNC? അതാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് IT ഫീൽഡ് അല്ല, ഏത് MNC എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെസ്ലയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ UAE-യിലായിരുന്നു. അപ്പം ഞാനിനി കമൻറ്റ് സെക്ഷനിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്പം എനിക്ക് പറ്റുന്ന പോലെ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഒരാൾ, വിച്ച് വിസ യു ഗോട്ട് ഇൻ സ്വിറ്റ്സർലൻഡ്? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ്. അപ്പോൾ ഹസ്ബൻഡാണ് വന്നിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ കൂടെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതോ ഇനി ഏത് പെർമിറ്റ് ആണെന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കും അറിയില്ല. അതാണെങ്കിൽ നമുക്കിപ്പോൾ B പെർമിറ്റ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പല ടൈപ്പ് പെർമിറ്റ്സ് ഉണ്ട്. DC, B, അങ്ങനെ കുറേ പെർമിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് പെർമിറ്റ് B ആണ്. പെർമിറ്റ് B എന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷം വേണേലും, ഇപ്പോൾ ഇത്ര ടൈം ലിമിറ്റ് ഒന്നുമില്ല, നമുക്ക് എത്ര വർഷം വേണേലും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ ടൈപ്പ് B. പിന്നെ ഇവിടെ PR കിട്ടുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ PR നമുക്കിവിടെ കിട്ടണമെങ്കിൽ നമ്മൾ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമ്മൾ 5 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ താമസിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യാനുണ്ട്. അതല്ലെങ്കിൽ 10 ഇയർ നമ്മളിവിടെ താമസിക്കണം. എന്നിട്ട് അതിലും തന്നെ നമ്മൾ ലാംഗ്വേജ് എക്സാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പെർമിറ്റ് കിട്ടും. പെർമിറ്റ് അല്ല കേട്ടോ, നമുക്ക് ഇവിടുത്തെ PR കിട്ടും. പിന്നെ ഉണ്ടായിരുന്നൊരു ചോദ്യം, സ്വിറ്റ്സർലൻഡിൽ പഠിക്കാൻ വന്നതാണോ എന്നാണ്. അല്ല, സ്വിറ്റ്സർലൻഡിൽ പഠിക്കാൻ വന്നതല്ല, ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് ഞാനുള്ളത്. പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല കേട്ടോ. പിന്നെ ഞാനൊരു ജോബിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരുപാട് ജോബ് ചോദിച്ചിട്ട് ഇതിനകത്തൊക്കെ വേക്കൻസി ഉണ്ടോ എന്ന് ഒരുപാട് ജോബ്സിൻ്റെ ഫീൽഡ് കൊടുത്തിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഓരോ ജോബ്സ് ചോദിക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ പെർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രൊഫഷൻ എടുത്ത് ചെയ്തേക്കുന്നത് നഴ്സിംഗ് ഫീൽഡാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ നേഴ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കളക്ട് ചെയ്തതുകൊണ്ട് ഞാൻ നഴ്സിംഗ് പ്രൊഫഷനെ കുറിച്ച് എങ്ങനെ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി പ്രൊഫഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിനകത്തൊന്നും ഞാൻ റിപ്ലൈ തരാത്തത്. പിന്നെ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ, ഷെങ്കൻ വിസയിൽ വന്നിട്ട് നമുക്കത് ജോബ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ജോബ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ജോബ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അറിവിൽ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി അതാണ് കറക്റ്റ് അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ചേച്ചിൻ്റെ ഒരു ഡേ ഇൻ ലൈഫ് ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡേ ഇൻ ലൈഫ് ഓക്കെ, ഞാൻ ചെയ്യാം. കാരണം പ്രത്യേകിച്ച് എനിക്ക് ചെയ്യാനൊന്നുമില്ല കേട്ടോ. നോർമൽ ഒരു ഹൗസ് വൈഫ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം എന്താണെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, 10 ഡേയ്സ് ഇങ്ങോട്ടൊരു ട്രിപ്പ് വരാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിപ്പെൻസ്
പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എമൗണ്ട് വരിക. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, നമ്മൾ ഏത് ഫ്ലൈറ്റിലാണോ വരുന്നത് അത് ഡിപ്പെൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ എടുക്കുന്ന ഹോട്ടൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എമൗണ്ട് വരിക. അപ്പം അത് ഒരു റേറ്റ് നമുക്ക് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റില്ല. വിസ ഒക്കെ എടുക്കുകയാണെങ്കിൽ വിസ എടുക്കാൻ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു 8,000 ഷെങ്കൻ വിസയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടത്. അത് അറിയാലോ, സ്വിറ്റ്സർലൻഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഷെങ്കൻ വിസയാണ് വേണ്ടത്. അപ്പൊ സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, ഈ ഷെങ്കൻ വിസയിൽ ഉൾപ്പെടുന്ന 26 കൺട്രീസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും കൺട്രീസ് നമുക്ക് ഈ വിസയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, ഈ കൺട്രീസ് എല്ലാം. അപ്പോൾ അതിന്റെ കറക്റ്റായിട്ട് എത്ര രൂപയാവുമെന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് വേരി ചെയ്യും, സീസൺ അനുസരിച്ച്, ഹോട്ടൽ അനുസരിച്ചിട്ട് എല്ലാം അത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് കറക്റ്റ് ഒരു എമൗണ്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഡിപ്പെൻഡന്റ് വിസയിൽ വന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. കുട്ടികൾ ഇവിടെ എഡ്യൂക്കേഷന് നല്ല പ്രാധാന്യമാണ് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പബ്ലിക് സ്കൂൾസും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ക്യാൻറ്റീനിൽ വരുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾ വന്ന് തീർച്ചയായിട്ടും ഇവിടെ അഡ്മിഷൻ കിട്ടും കുട്ടികൾക്ക്. ഇപ്പം നമ്മൾ അമ്മും ഇപ്പൊ അവള് ഉള്ളത് ഇവിടുത്തെ ഗ്രേഡ് വെച്ചിട്ട് 5P ആണ്. ഇവിടുത്തെ 5P എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഗ്രേഡ് 3 അതിലാണ് കേട്ടോ അമ്മ ഉള്ളത്. അപ്പോൾ അഡ്മിഷൻ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടും. നമ്മൾ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ കമ്മ്യൂണിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ നമുക്ക് ലെറ്റർ അയക്കും വീട്ടിലോട്ട്. അതുമായിട്ട് നമ്മൾ സ്കൂളിൽ പോവുക, നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിന് പ്രശ്നമൊന്നുമില്ല സ്കൂൾ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ സീസണും ഉണ്ട് കേട്ടോ. വിന്റർ, സ്പ്രിംഗ്, ഓട്ടം, എല്ലാ സീസണും കറക്റ്റ് നമുക്ക് പ്രകൃതിയിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ വന്നത് ജനുവരിയിലായിരുന്നു. അത് കറക്റ്റ് ഒരു വിന്ററിന്റെ സമയമായിരുന്നു കേട്ടോ. നമ്മൾ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, തണുപ്പുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വണ്ടി കയറിയിട്ട് നമ്മുടെ അക്കോമഡേഷന്റെ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും സ്നോഫോൾ തുടങ്ങി. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സ്നോഫോളിലാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ സ്നോഫോളൊക്കെ കാണുന്നത്. കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ചു നേരം നമ്മൾ മഞ്ഞത്തൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് ആ വന്ന ദിവസം തന്നെ നമ്മൾ നൈറ്റിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ വിന്റർ ഉണ്ട്. വിന്റർ ആണെങ്കിൽ പീക്ക് വിന്റർ സമയത്ത് മാത്രമേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ സ്നോഫോൾ ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ ഈ മൗണ്ടൻ റീജിയനിലൊക്കെയാണ് കൂടുതലായിട്ടും സ്നോഫോൾ ഉണ്ടാവുക. അപ്പോൾ സ്നോഫോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച 3 ആഴ്ചത്തേക്കൊക്കെയാണ് നമ്മൾ ഉള്ള സമയത്ത് കണ്ടത് കേട്ടോ നമ്മുടെ ഏരിയയിൽ സ്നോ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്നോ കഴിയുമ്പോൾ സ്പ്രിംഗ് സീസൺ. ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ ആക്റ്റീവ് ആവുന്നത് സമ്മർ സീസണിലാണ് കേട്ടോ. ജൂലൈ ഓഗസ്റ്റ് ഒക്കെയാണ് ഇവിടുത്തെ സമ്മർ സീസൺ വരുന്നത്. ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. ആ വിന്ററിന്റെ സമയത്ത് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടെന്നൊന്നും പറയാനില്ല. കാരണം ആൾക്കാർക്ക് ഇങ്ങനെ പുറത്തിറങ്ങി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ സ്കീയിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോവും. അതല്ലാണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല സൂപ്പറാണ്. ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര ചൂടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് സൂപ്പറാണ്. ചൂട് അങ്ങനെ അധികമില്ല, പക്ഷെ ഒരു 25-30 ഡിഗ്രി വരെയൊക്കെ സമ്മറിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ്. അപ്പൊ നമ്മളിതുവരെ സമ്മർ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് കറക്റ്റ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ വിന്റർ എക്സ്പീരിയൻസ് ചെയ്തു, ഇപ്പോഴത്തെ സ്പ്രിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പൂക്കാലം, വസന്തകാലം എന്നാണല്ലോ. അപ്പോൾ ഫുള്ള് നമ്മൾ വഴിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈവൻ പുല്ല് പോലും പൂത്ത് നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണ്. നമുക്ക് അതൊരു പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെന്നേ തോന്നില്ല, ഒരു ഗാർഡനിലോട്ട് നോക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് ഓക്കെ ആണ് ഇവിടെ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ലാംഗ്വേജ് ഏതാണ്, ഇംഗ്ലീഷ് ആണോ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇംഗ്ലീഷ് വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇംഗ്ലീഷ് അറിയുന്നത്.
മെയിൻ സിറ്റി ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, നമ്മൾ ലൊസാൻ ബുസിനി ഈ സ്ഥലത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരുപാട് കോമൺ ആയിട്ട് ആൾക്കാർ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നില്ല. അതേസമയം മൾട്ടിനാഷണൽ കമ്പനികൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഇപ്പൊ അമ്മു പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും ഫ്രഞ്ചാണ്. നമ്മൾ താമസിക്കുന്ന ഏരിയയിലുള്ള ലോക്കൽ ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. അപ്പൊ ഇവിടെ മെയിനായിട്ട് 4 ലാംഗ്വേജസ് ആണ് ഉള്ളത്: ഫ്രഞ്ച്, ഇറ്റാലിയൻ, റൊമാൻഷ് ആൻഡ് ജർമ്മൻ. അപ്പൊ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഫ്രഞ്ച് ആണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എത്രയാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഡിപ്പെൻസ് ആണ്. നമ്മുടെ റെന്റ്, ടാക്സ്, നമ്മൾ ജീവിക്കുന്ന രീതി, അതൊക്കെ അനുസരിച്ച് ഡിപ്പെൻസ് ആണ് അതൊക്കെ. അപ്പൊ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എനിക്ക് വന്നിട്ടുള്ളതല്ല, എന്നോട് കമന്റ് സെക്ഷനിൽ ഇങ്ങനെ ഓരോ വീഡിയോസിന്റെയും കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ ഇപ്പോൾ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.